ഇരിട്ടി മട്ടന്നൂർ റോഡിൽ കൃത്യം പറഞ്ഞാൽ 8 കിലോമീറ്റർ ഇരിട്ടിയിൽ നിന്നും മട്ടന്നൂരിൽ നിന്നും 8 കിലോമീറ്റർ വരുന്ന നടുക്കായിട്ടുള്ള കൂരമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത്. ഇന്ന് കൂരമുക്കിൽ എത്തിയിരിക്കുന്നത് സിൽവാൻ്റെ വിശേഷങ്ങൾ നമ്മുടെ യാത്രയിലൂടെ നിങ്ങളെ അറിയിക്കാനാണ്. 11 വർഷത്തെ കഥകൾ, പിന്നിട്ട കഥകളുണ്ട്, അതുപോലെ തന്നെ പുതിയ പ്രൊഡക്റ്റുകളുണ്ട്. സിൽവാനിന് ഒത്തിരി വിശേഷങ്ങളുണ്ട്. ആ വിശേഷങ്ങൾ ഞാൻ പറയുന്നതിനപ്പുറം നമുക്ക് നേരിൽ കാണാം. സിൽവാൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നമുക്ക് വ്യത്യസ്തമായ ടൈൽസ് ഉണ്ട്. അപ്പോൾ തന്നെ ടൈൽസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ എന്നോടൊപ്പം ഷഫീറുണ്ട്. അപ്പോൾ ഷഫീറോട് നമുക്ക് ചോദിക്കാം. ഷഫീർ, ഇന്ന് സിൽവാനിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു വ്യത്യസ്തത ഞാൻ കണ്ടു. കാരണം നിങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയണം. എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പേര്? അസർവ. ഓക്കെ, അസർവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കസ്റ്റമേഴ്സും ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് അസർവ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് ബ്രാൻഡുകളെ അതേ ക്വാളിറ്റി, അതായത് സൊമാനി, കജാരിയ ഇതൊക്കെ പ്രൊഡക്റ്റ് ചെയ്യുന്ന അതേ ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് അസർവ എന്ന് പറഞ്ഞ മെറ്റീരിയലും പ്രൊഡക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് കുറവാണ്. ശരിയാണ്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഈ സിൽവാൻ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് അല്ലേ? മാത്രമല്ല ജനങ്ങളുടെ നാവുകളിൽ നിന്നും നാവുകളിലേക്ക് അവർ തേടി എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലായി. അപ്പം അതുകൂടാതെ മറ്റ് പ്രമുഖ കമ്പനികളുടെ ടൈലുകളും ഇവിടെ ലഭ്യമാണ്. സൊമാനി, ഇതൊക്കെ സൊമാനിയുടെ സ്റ്റുഡിയോ ആണ്. ഇത് ഫുള്ള് സൊമാനിയാണ്. പിന്നെ കജാരിയ ഉണ്ട്, സിംബോളോ, AGL. ഷഫീർ, എത്ര വർഷമായി? ഞാനിപ്പോൾ ഇവിടെ 6 months ആയി അല്ലേ? ഇപ്പം നമ്മുടെ ഇരിട്ടി കൂരമുക്കിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഒപ്പം നിങ്ങൾക്കൊപ്പം സപ്പോർട്ടർ ഫിദയുണ്ടല്ലേ? ഫിദ എവിടെ, സ്ഥലം എവിടെയാണ്? നരയമ്പാറ തന്നെ. അപ്പൊ നെക്സ്റ്റ് ഷോപ്പ് എന്നല്ല, നമ്മുടെ സ്ഥാപനം ഇപ്പൊ നരയമ്പാറയിൽ തൊട്ടടുത്താന്നുള്ളത് ഇപ്പം ജനങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പൊ ഇവിടെ ടൈൽസ് നമ്മൾ നേരത്തെ അസർവയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അസർവയും മറ്റു ടൈലുകളും കൂടി കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു പിന്നെ ടൈലുകളായിട്ടാണ് മനസ്സിലായത്. അത് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയതോ അതോ തന്നെയാണോ? എനിക്ക് അസർവ, ഞാനിപ്പം ആദ്യമായിട്ടാണ് ഈ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് വെറൈറ്റീസ് ഒന്നും കണ്ട് പരിചയം ഉണ്ടായിട്ടില്ല. പക്ഷെങ്കിൽ ഇവിടെ വന്നപ്പോൾ അസർവ കണ്ടപ്പം സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് അവരൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇപ്പോൾ എൻജിനീയേഴ്സ് ചൂസ് ചെയ്യുന്നതും അസർവയാണ്. എല്ലാ വീടുകളിലേക്കൊക്കെ എടുക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം ഉചിതമായിട്ടുള്ള അസർവ അല്ലെ? അത് ഇഷ്ടംപോലെ മോഡലുകളിലുണ്ട്. അതുപോലെ റേറ്റിലും വേരിയേഷൻ ഉണ്ട്. നല്ല അഫോർഡബിൾ റേറ്റും ആണ് എല്ലാ കസ്റ്റമേഴ്സിനും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ അത് കിട്ടത്തുള്ളൂ അല്ലേ? സിൽവാനിലും മാത്രമേ കിട്ടുള്ളൂ. ഇന്ന് സിൽവാൻ കേരളത്തിനും അകത്തും പുറത്തുമായിട്ട് 21ഓളം ബ്രാഞ്ചുകൾ അല്ല. ഇവിടെ ഏതൊക്കെ ടൈപ്പുകൾ വേറെ ഇതിന് കമ്പനികൾക്കാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? അസർവ കൂടാണ്ട് സൊമാനി ഉണ്ട്, കജേരിയ ഉണ്ട്, പിന്നെ അതുകൂടാതെ സിംബോളോ, ക്യൂട്ടോൺ, RAK അങ്ങനെ തുടങ്ങിയ ഒരു 20ഓളം ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിന് നമ്മുടെ അളവിലുണ്ടല്ലോ, എല്ലാ അളവിലും നമ്മുടെ അസർവ ലഭ്യമാണോ? അതെ. ഇപ്പോൾ 2x2 ആണ് ഏറ്റവും ചെറിയ സൈസ് വരുന്നത്. ആ സൈസ് മുതൽ ഏറ്റവും ബിഗ് സ്ലാബ് 9x4 വരെ നമ്മൾ അസർവയുടെ ടൈലുകൾ ലഭ്യം. നമ്മുടെ ഇവിടെ സിൽവാനിൽ വന്നപ്പം ഓരോ ഗാലറികളുണ്ട് അല്ലേ? കജാരിക്ക് സെപ്പറേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ സൊമാനിക്കുണ്ട്, അതുപോലെ തന്നെ അസർവയുടെ ആ ഒരു ഗാലറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾ ഞെട്ടും. കാരണം അത് നമുക്ക് മനസ്സിന് എന്തായാലും അത് ഇവിടുന്ന് വാങ്ങിച്ചിട്ടേ പോകുള്ളൂ എന്ന് തോന്നും. എന്നപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിൽ വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്.
ഇരട്ടിയിൽ നിന്ന് 8 കിലോമീറ്റർ പിന്നിട്ട് കൂരമുക്കിലെത്തിയപ്പോൾ സിൽവാൻ കണ്ടു. സിൽവാനിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ കണ്ടത് എൻ്റെ നാട്ടുകാരനെയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നമസ്കാരം. നമസ്കാരം. വള്ളിത്തോട് പെരിങ്കിരി അല്ലേ? പേര് സഫ്വാൻ. സഫ്വാൻ. ഇപ്പോൾ സഫ്വാൻ ഇപ്പോൾ ഉള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് സാനിറ്ററി വെയറിൻ്റെയും അതുപോലെ CP ഫിറ്റിങ്സിൻ്റെ ഏരിയയല്ലേ അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇവിടെ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡായ ഗ്രോഹയുണ്ട്, അതേപോലെ പിന്നെ കോളറുണ്ട്, പിന്നെ അതുപോലെ ഇന്ത്യൻ ബ്രാൻഡായ സെറ, കെറോവിറ്റ്, സൊമാനി എല്ലാ ബ്രാൻഡും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത് നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഏതാണോ പുതിയത് അത് നമ്മൾ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു മനസ്സിലൊരു ഐഡിയ കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവും. ഇവിടെ എത്തുമ്പോഴത്തേക്ക് അത് മാറ്റാനുള്ള കഴിവുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലേ, ഓരോ മോഡലുകളും? ഇഷ്ടം പോലെ. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇവിടെ ഉണ്ട്. ഈ വീഡിയോ കാണുന്നൊരു വ്യക്തി പിന്നെ സിൽവാനിൽ വരുന്നതാണെങ്കിൽ അവർ പ്രതീക്ഷിച്ചത് എന്താണോ അതിനും ഗംഭീരമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിച്ചതും കൊണ്ട് ഇങ്ങോട്ട് വന്നാൽ ആഗ്രഹിച്ചതിനപ്പുറത്തുള്ളതും കൊണ്ട് പോകാമെന്നാണ് സിൽവാൻ്റെ പ്രതീതി പറയുന്നത്. അത് നമ്മൾ അതെ, സിൽവാൻ്റെ ഗ്യാരണ്ടി അതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഐറ്റംസ് തേടിയിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, സിൽവാനിൽ വരിക. സിൽവാനാകുമ്പോൾ ഓൺ പ്രൊഡക്ട്സ് കൂടുതലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കമ്പനികളുടെ ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് എന്നാണ് നമ്മുടെ സഫ്വാൻ പറയുന്നത്. അതുപോലെ ക്വാളിറ്റീൻ്റെ കാര്യത്തിലാണെങ്കിലും സിൽവാൻ മുന്നിൽ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതേ പറഞ്ഞത് മനസ്സ് തട്ടിട്ടാണ് പറയുന്നത്. ക്വാളിറ്റി കാര്യത്തിന് മുമ്പിലാണ്. അതുപോലെ ഐറ്റംസ്, വ്യത്യസ്തമായ ഐറ്റംസ് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അല്ലേ, അപ്ഡേറ്റ്. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചെറിയൊരു എക്സാമ്പിൾ, പിന്നെ അത് വാൾ മിക്സറിലും കണ്ടോ, ഇത് ഇപ്പോൾ വിപണിയിലുള്ള ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഒരു സാമ്പിൾ. ബാക്കി സിൽവാൻ ലൈറ്റ് ഗാലറിയെ കുറിച്ച് നമുക്കറിയണ്ടേ? ദേ പ്രകാശത്ത് പൂരിതമായി ഈ സ്ഥലത്തേക്ക് കടന്നു വരുമ്പോൾ നിറച്ചിരിയോടെ ജുബൈരിയെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അപ്പോൾ ജുബൈരിയോട് നമുക്ക് ചോദിക്കാം, എന്തൊക്കെയാണ് പ്രത്യേകത? നമ്മളിവിടെ ജിഫെക്സ് എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഓൺ പ്രൊഡക്റ്റാണിത്. അപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മളിവിടെ ഫ്രീ ആണ്. പിന്നെ ക്വാളിറ്റി ബേസും കുറച്ചും കൂടി ബെറ്റർ ആയ ഒരു ഓപ്ഷനാണ് നമ്മൾ ജിഫെക്സ് ലൈറ്റ്. അപ്പോൾ കേട്ടല്ലോ, സിൽവാൻ സ്വന്തമായി നിർമ്മിക്കുന്ന ലൈറ്റ്സ് ജിഫെക്സ്. അപ്പോൾ ആ ജിഫെക്സ് കിട്ടണമെങ്കിൽ അത് ഈ സിൽവാൻ തന്നെ വരണം. ഒത്തിരി വെറൈറ്റി ഉണ്ടല്ലേ ഇവിടെ. നമുക്ക് നിങ്ങളുടെ വീടിന് അല്ലെങ്കിൽ കെട്ടിടത്തിന് ഉദ്ദേശിക്കുന്ന രീതിയിൽ സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് വരിക, എന്നിട്ട് പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മളിവിടെ വരുന്നത് ഫാൻസി ലീഡ്സ് ഉണ്ട്, COBs ഉണ്ട്. ഇപ്പം കുറച്ച് പ്രീമിയം ആയിട്ട് വരുന്ന നല്ല വെറൈറ്റി മോഡൽസ് ഉണ്ട്. പിന്നെ 1000-ലധികം മോഡൽസ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എവിടെ ഇല്ലാത്ത ഒരു വെറൈറ്റിയാണ്, നമുക്കിവിടെ ലൈറ്റ് ലാബ് ഉണ്ട്. ലൈറ്റ് ലാബ് വരുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു റൂമിൽ എത്ര ആംബിയൻസും കാര്യങ്ങളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ചോയ്സാണത്. അത് നമ്മൾ കേരളത്തിൽ തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും. അപ്പോൾ ജുബൈരയ്ക്കൊപ്പം എപ്പോഴും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ ഫ്ലോറിലുള്ളത് നമ്മുടെ ഇർഷാദാണ്. അപ്പോൾ ഇർഷാദോട് നമുക്ക് ചോദിക്കണ്ടേ, ഇർഷാദ് എങ്ങനെയുണ്ട് അനുഭവങ്ങൾ? നമ്മൾ ലൈറ്റ് എങ്ങനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഓൺ ബ്രാൻഡാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെ ഡയറക്റ്റ് സർവീസും കാര്യങ്ങളും ചെയ്യുന്നത്. നമുക്ക് തന്നെ ഓൺ സർവീസ് സെൻ്ററും കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് നമ്മൾ COBസും ലൈറ്റിലെ ഏകദേശം മുഴുവൻ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ചാനലേഴ്സ് ആയാലും COBs ആയാലും പാനൽ ലൈറ്റ് ആയാലും അങ്ങനെ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നത് നമ്മൾ COBs തന്നെയാണ്. കാരണം നമ്മൾ COBs അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ വാറൻറ്റി കൊടുക്കുന്നുണ്ട്. അതിൽ ഔട്ട്പുട്ടും ഉണ്ടാവും. പിന്നെ നമ്മൾ പുതിയ അപ്ഡേഷൻസ് അതിൽ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം അപ്ഡേഷൻ എല്ലാ മാസം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വെറൈറ്റിയുള്ള മോഡലുകൾ വേണമെങ്കിൽ സിൽവാൻ തേടി ഇങ്ങോട്ട് വരിക. സിൽവാൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നപ്പോൾ എന്നെ ഒന്ന് ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം പറയട്ടെ. ഞാൻ നോക്കുമ്പോൾ ഒരു മരത്തിനെ കൊണ്ട് ഈ ടൈലുകൾക്കിടയിലൊരു മരം. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് നമുക്ക് ഇവിടുത്തെ ദേവരാജൻ സാറിനോട് ചോദിച്ചു നോക്കാം. നമസ്കാരം. ഇതൊരു സംശയം ചോദിച്ചോട്ടെ, ഇത് മരത്തിൻ്റെ ഒരു ഫീൽ ചെയ്യുന്നു. ഇത് രണ്ടും ടൈലായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് മരമാണോ അല്ലെങ്കിൽ ടൈലാണോ? ഇത് പ്യുവർ പക്ക വെട്രിഫൈഡ് ടൈലാണ് വരുന്നത്. നമ്മുടെ അസർവയിൽ വരുന്നതാണ്. ഇത് 45 അടിച്ചിട്ട് വേണ്ട, 45 അടിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫിനിഷിങ്ങിൽ കിട്ടും. നമുക്ക് ഇവിടെ അപ്പോക്സ് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് 45 അടിച്ച് ഇങ്ങനെ കൂട്ടി മുട്ടിച്ച് കഴിഞ്ഞാൽ പക്ക
പക്ക ഫീലിംഗ് ആണ്. നമുക്കിത് വുഡാണോ സംശയം എനിക്ക് ചോദിച്ചത് ഒന്നും മനസ്സിലാവില്ല. പ്രീമിയം മെറ്റീരിയൽ ആണ് നമ്മുടെ അസർവയിൽ വരുന്നതാണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് വെട്രിഫൈഡ് ടൈലാണ്. ഇത് ഫുൾ ബോഡി ടൈലാണ്. കജേരിയുടെ പക്ക വെട്രിഫൈഡിൽ തന്നെ ഫുൾ ബോഡി ടൈല് വരുന്നതാണ്. നമുക്ക് ഇതിനെ 45 അടിച്ചിട്ടും ചെയ്യാം. നമ്മളിതൊരു എക്സ്പീരിയൻസ് കോർണർ ആക്കിയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമറിന് ഇതിങ്ങനെ 45 അടിച്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ നമുക്കിത് ഡയറക്റ്റ് കാണിക്കുമ്പോൾ അവർക്ക് ടച്ച് ആൻഡ് ഫീൽ കിട്ടുകയാണ്. ഇത് ഫുൾ ബോഡിയാണ്. ഇതിപ്പോ ഇങ്ങനെ 45 അടിക്കാണ്ടും ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്താലും സൈഡ് ആ ഫിനിഷിംഗിൽ തന്നെ കിട്ടും. ഈ ഒരു ചുവരെഴുത്തൊക്കെ കണ്ടപ്പോൾ അല്ലെ പഴയ കാലത്തിലേക്ക് ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വന്നിട്ട് ഞാൻ ചോദിച്ചു ഇത് ഏതാണ് എന്താണെന്ന്. അപ്പം ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇത് ടൈല് തന്നെയല്ലേ? അത് ടൈലാണ്. ഇത് 2x1 എന്ന് പറഞ്ഞ സൈസിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇതിന്റെ ജോയിന്റ് ഒന്നും കാണില്ല, കണ്ടോ? അത് അത്രയും ഫിനിഷിങ്ങിലാണ് ഇത് നമുക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ഭംഗി കിട്ടുക. നമ്മൾ ചെയ്യേണ്ട ഒരു ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ ഹാളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു ഏരിയ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരു ചെറിയൊരു പോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു ചെടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഹാളൊക്കെ ഒരു ഭയങ്കര നാച്ചുറൽ ഫീൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. ടൈൽസ് അല്ലെങ്കിൽ ലൈറ്റ്സ് എന്നതിനപ്പുറം ഇന്റീരിയർ ഡിസൈനിങ്ങിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ? അത് ഏത് രീതിയിലൊക്കെയാണ്? സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന് കീഴിൽ മാർബിള്, അതുപോലെ ടൈല്, സ്റ്റീല്, ഇലക്ട്രിക്കൽസ്, ലൈറ്റ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലൊരെണ്ണമാണ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നമ്മൾക്ക് മാർക്കറ്റിൽ 10 ടൈപ്സ് ഓഫ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ 100 രൂപ വരുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ അത് 75 രൂപയ്ക്ക് നമ്മൾക്ക് ചെയ്തു തരാൻ സാധിക്കും. അത് ഫുൾ പക്ക മെഷീൻ കട്ടിങ്ങിൽ, പക്ക ഫിനിഷിങ്ങിൽ, നിങ്ങൾക്ക് ഒരുപാട് ലാഗ് വരാത്ത രീതിയിൽ പെട്ടെന്ന് തന്നെ വർക്ക് തീർത്ത് ചെയ്തു തരാൻ പറ്റുന്ന ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. അതാണ് സിൽവാൻ ഇന്റീരിയർ. ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വളർച്ചയ്ക്കും അതിൻ്റെ മാർക്കറ്റിംഗ് ടീം ശക്തമാണ്. പ്രത്യേകിച്ച് സിൽവാൻ ഇരട്ടിയുടെ മാർക്കറ്റിംഗ് ഹെഡ് എന്നോടൊപ്പം ഉണ്ട്. പേര് ജിഷ്ണു അല്ലേ? അപ്പം ജിഷ്ണുവിനോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിക്കണ്ടേ. എന്തും കൊണ്ടും ഒരു സ്വന്തമായിട്ടുള്ള 2 പ്രൊഡക്റ്റ് ഉള്ളത് കൊണ്ട് മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഈസി ആകാറുണ്ടോ? ഈസി ആകാറുണ്ട്. മാത്രമല്ല ഞാൻ കസ്റ്റമറോടൊക്കെ ചെന്ന് പറയുമ്പോൾ തന്നെ അത് സിൽവാൻ എന്ന് പറയുമ്പോൾ തന്നെ അവരിങ്ങോട്ട് ചോദിക്കും. അസർവ ജിഫെക്സ് അതിങ്ങോട്ട് ചോദിക്കും. അപ്പോൾ എനിക്ക് ആ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി. അതെ. അപ്പോൾ ഉപഭോക്താവിൻ്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാൻ ഈ 2 പ്രോഡക്റ്റുകൾക്ക് പറ്റിയെന്നല്ലേ അതിൻ്റെ വെച്ചം? അതാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് കുറച്ചും കൂടി ഫ്രീ ആവുകയും ചെയ്തു. അതാണ് കുറച്ചും കൂടി ആൾക്കാരെടുക്ക് എനിക്ക് അധികം സംസാരിക്കേണ്ടി വരില്ല. ഇങ്ങോട്ടേക്ക് അവർ ചോയ്സ് ചെയ്തു, ആദ്യമേ കണ്ടെത്തി എന്ന രീതിയിലേക്ക് അല്ലേ? എങ്ങനെയുണ്ട് ഈ കുറച്ച് കാലം കൊണ്ടുള്ള ഇതിൻ്റെ വിജയം? ഞാനിപ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ 1 മാസം കഴിഞ്ഞ അവിടെ ഇങ്ങോട്ടേക്ക് വന്നേ. എനിക്കിവിടെ ഒരു എന്താ പറയുക ഫ്രീഡം, ഇവിടെ ഒരു ഫ്രീഡം ഉണ്ട്. സാറ് പറഞ്ഞ പോലെ എന്താ വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫിന് ഏറ്റവും കൂടുതൽ കൂട്ടായ്മയുണ്ട്, ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തോടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, അത് കിട്ടും. വേറെ എവിടെ ജോലി ചെയ്തിട്ട് കിട്ടിയതിനെക്കാട്ടും കൂടുതലൊരു സാറ്റിസ്ഫാക്ഷൻ അതവിടെ കിട്ടി. ഓക്കെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ സിൽവാൻ്റെ വിജയം അല്ലേ? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനെന്ന് വെച്ചാൽ സിൽവാൻ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയണ്ടെങ്കിൽ നേരിട്ട് ഷോപ്പിലേക്ക് വരും. സിൽവാനിലെത്തിയപ്പോൾ എന്താണ് സിൽവാൻ, അല്ലെങ്കിൽ സിൽവാനെ കുറിച്ച് മാത്രമല്ല ഇന്ന് കൂരമുക്ക് സിൽവാനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ എൻ്റെ ഒപ്പം എൻ്റെ കൂട്ടുകാരനും അതുപോലെ ഇതിൻ്റെയൊക്കെ ഒരു കടിഞ്ഞാൺ വാഹകനുമായ നമ്മുടെ ജനറൽ മാനേജർ വിൽസൺ സാറുണ്ട്. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാറിനെ കുറിച്ച് ഞാൻ ചോദിച്ചു. സാറ് നാട് ശരിക്കും കേരളത്തിന് പുറത്തല്ലേ? അല്ല, ശരിക്കും എൻ്റെ നാട് തൃശ്ശൂർ പുതുക്കാടാണ്. അത് ശരി. ഞാൻ മലയാളിയാണ്, പക്ഷേ ജനിച്ചുകൊണ്ടിരുന്ന ഞാൻ ബോംബെയിലായിരുന്നു. വിദ്യാഭ്യാസമൊക്കെ പുറത്താണ്. അപ്പോൾ ശരിക്കും ബോംബെ മലയാളി എന്നും പറയാം. അപ്പം എല്ലാം സാറ് സംസാരിക്കുമ്പോൾ അത്ര ഒരു പവർഫുൾ ആയിട്ട് മലയാളം സംസാരിക്കാൻ അറിയില്ല, പക്ഷേ കുഴപ്പമില്ല. ഓക്കെ, തീർച്ചയായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ കരുതി ബോംബെ ആയിരുന്നു താമസം, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. തൃശ്ശൂർക്കാരനാണ്, പക്ഷെ ജനിച്ചുള്ളത് ബോംബെയിലാണ്. ഈ സിൽവാന്റെ വലം കൈയായിട്ടൊപ്പം ഏകദേശം എത്ര വർഷമായി യാത്ര തുടങ്ങിയിട്ട്? ഞാൻ ശരിക്കും സിൽവാൻ തുടങ്ങിയ തൊട്ട് ഞാൻ ഫസ്റ്റ് മാനേജറാണ് സിൽവാൻ ടൈൽസിൻ്റെ. സിൽവാൻ ഗ്രൂപ്പുണ്ട്. ഇടയ്ക്ക് കുറച്ച് നാൾ മാത്രമേ ഉണ്ടായിട്ടില്ല. ഞാൻ വീണ്ടും സിൽവാൻ തന്നെ ജോയിൻ ചെയ്തു. നമ്മൾ പറയില്ലേ, ഒരു സ്വന്തം വീട്ടിലേക്ക് കുറച്ച് നാൾ പുറത്തുണ്ടായിട്ട് പിന്നെ സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ ആ ഒരു ഫീലിംഗ് തന്നെയാണ്. സോ ഐ എം വെരി ഹാപ്പി വിത്ത് സിൽവാൻ ഗ്രൂപ്പ്. കാരണം ഇത്ര നല്ലൊരു ഗ്രൂപ്പ് ഇനി എൻ്റെ ലൈഫിലേക്ക് കിട്ടാനില്ല. ഞാൻ നോ ഡൗട്ട് എബ്രോഡിലായിരുന്നു, അതുപോലെ തന്നെ ബോംബെയിലായിരുന്നു, ഗുജറാത്തിലായിരുന്നു.
പക്ഷേ ഇത്ര നല്ലൊരു ഗ്രൂപ്പ് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഇനി അവസാന സമയം വരെ സിൽവാൻ ഗ്രൂപ്പിൽ ഉണ്ടാവുള്ളൂ. സാർ, സിൽവാൻ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിൽവാൻ ആയതും സിൽവാൻ ഇപ്പം ഏകദേശം 10-11 വർഷമായി അല്ലേ? അത് കാണും കൂടുതലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇടയ്ക്ക് മാത്രമേ ഉണ്ടായിട്ടില്ല. പക്ഷെ സിൽവാൻ പറഞ്ഞു കഴിഞ്ഞാൽ, സിൽവാൻ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രീഡം, ഒരു വർക്ക് ഫ്രീഡം ഉള്ള ഒരു കമ്പനിയാണ്, സ്ഥാപനമാണ്. നിങ്ങൾക്ക് വർക്ക് ഫ്രീഡം കിട്ടി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലൈഫിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. നമ്മൾ കസ്റ്റമറോട് സംസാരിച്ചാലും കസ്റ്റമർ സർവീസിൻ്റെ ഭാഗമായിട്ടും അവരോട് ചോദിക്കാൻ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓണം നമുക്ക് തന്നെ ഫ്രീഡമാണ്. ആ ഫ്രീഡമിൻ്റെ പുറത്താണ് നമ്മൾ എൻറ്റയർലി ടീം വർക്ക് ചെയ്യാണ്. സിൽവാൻ്റെ 20ാമത്തെ ബ്രാഞ്ചാണ് ശരിക്കും നമ്മുടെ ഈ കൂരമുക്ക് ഇരിട്ടിയിൽ തുടങ്ങിയത്. 20ാമത്തെ ബ്രാഞ്ച് കഴിഞ്ഞ 2-3-4 ദിവസം മുമ്പ് ഫ്രൈഡേ ഈവനിങ് 7:30 PM ദുബായ് ഷോറൂം കൂടി നമ്മൾ ഓപ്പൺ ചെയ്തു. 21ാമത്തെ, ഇത് 20ാമത്തെ ബ്രാഞ്ചാണ്. ഇനി അങ്ങനെ എൻറ്റയർ മൊത്തം കേരളത്തിൽ നമ്മൾ ഇനി ഇഷ്ടം പോലെ ബ്രാഞ്ച് വരാൻ പോവാണ്. ഇത് വലിയൊരു ഗ്രൂപ്പാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എംപ്ലോയിനാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത്. എംപ്ലോയി അതുപോലെ തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. അതാണ് നമ്മുടെ സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറയാം. നമ്മുടെ ഇരട്ടി ഗ്രൂപ്പിൽ എത്രത്തോളം ആളുകളുണ്ട് ഇപ്പം എംപ്ലോയീസ്? ഇപ്പോൾ ടോട്ടൽ എംപ്ലോയീസ് കൂട്ടാണെങ്കിൽ നമുക്ക് 24 പേരുണ്ട്. കേരളം മുഴുവൻ ഏകദേശം ഒരു 100 കണക്കിന് ആളുകളുടെ ശക്തി അല്ലെങ്കിൽ 1000-കണക്കിന് ആളുകളുടെ ശക്തിയാണ് സിൽവാന്റെ വളർച്ച എന്ന് പറഞ്ഞു വന്നു. കറക്റ്റ്. കാരണം സിൽവാൻ ഇന്ന് ഇത്ര ഉയരത്തിൽ നിൽക്കാൻ കാരണമാണ് ആ പവർഫുൾ ടീമാണ്. അതിനകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പവർഫുൾ ഓണേഴ്സ് ആണല്ലോ. നമ്മുടെ ഓണർമാർ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ മൊത്തത്തിൽ എൻറ്റയർലി ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻ്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അത്രയ്ക്ക് നല്ലൊരു ടീമുള്ള കാരണമാണ് സിൽവാൻ ഇന്ന് ഇത്ര ടോപ്പിലേക്ക് കേരളത്തിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പിന്നെ മറ്റാർക്കും അനുകരിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ മറ്റാർക്കും അഭിപ്രായപ്പെടാൻ പറ്റാതെ സ്വന്തമായിട്ടുള്ള 2 ഇതുണ്ടല്ലേ, അസർവയും ഉണ്ട്, അസർവ ഉണ്ട്. അസർവ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൺ ബ്രാൻഡാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓൺ ബ്രാൻഡായിട്ട് ജിഫെക്സ് ലൈറ്റ് ആണ്. ലൈറ്റിൻ്റെയും കൂടി നമ്മളെ ഓൾ കേരളത്തിൽ ബ്രാഞ്ചസ് ഉണ്ട്. പക്ഷേ അതിന് പ്രത്യേക ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ലൈറ്റ്സിൻ്റെ പറയുകയാണെങ്കിൽ നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസ് കൊടുക്കുന്നുണ്ട്. കാരണം സർവീസ് കൊടുക്കാൻ മെയിൻ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ച് ഉള്ള കാരണം നമ്മൾ സ്വന്തമായിട്ട് സർവീസ് സെൻ്ററാണ്. അതുകൊണ്ട് ആഫ്റ്റർ സെയിൽ സർവീസ് എല്ലാത്തിനും, ടൈൽസ് ആയാലും സാനിറ്ററി ആയാലും സിവിൽ ഫിറ്റിങ്സ് ആയാലും എല്ലാത്തിനുള്ള ഒരു സർവീസ് ഉണ്ട്. കാരണം ആഫ്റ്റർ സെയിൽ സർവീസ് ഇപ്പം ഞാൻ ഒരു കടയിൽ പോയിട്ട് ഒരു ബ്രാൻഡഡ് ഷർട്ട് വാങ്ങുകയാണെങ്കിൽ എനിക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് കിട്ടണമല്ലോ. എന്തെങ്കിലും ഡാമേജ് ആയിപ്പോയി അല്ലെങ്കിൽ കളർ പ്രേഡ് ആയിപ്പോയി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു സർവീസ് കിട്ടണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. സിൽവാന് പർച്ചേസ് ചെയ്യുമ്പോൾ ലൈറ്റ് ആയാലും സാനിറ്ററി ആയാലും സിപി ഫിറ്റിംഗ് ആയാലും ടൈൽസ് ആയാലും എല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പം ഇരട്ടി കൂരൻമുക്കിലുള്ള സ്ഥാപനം ഇന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനമായിട്ട് കാണുന്നു. കറക്റ്റ് അല്ലേ? നമുക്ക് അവർക്ക് ഇപ്പം മലയോരത്താണ് അത് ഉള്ളത്. അപ്പോൾ ഏറ്റവും വെച്ചാൽ മട്ടന്നൂർ വിമാനത്താവളം അല്ലെ അഴീക്കൽ തുറമുഖയിലുള്ള ഒരു നഗരത്തിൽ ഈ മട്ടന്നൂരിനും ഇരട്ടിക്കും നടുവിലായിട്ട് കൂരൻമുക്കിൽ ഈ സ്ഥാപനം വന്നു. ആ സ്ഥാപനത്തെക്കുറിച്ചും അത് ജനങ്ങൾക്ക് നൽകുന്ന സേവനത്തെക്കുറിച്ചും അതിപ്പോൾ നമ്മൾ ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ അസർവ ഉണ്ട്, മറ്റ് പ്രമുഖ ബ്രാൻഡുകൾ ടൈലുണ്ട്, അതുകൂടാതെ ലൈറ്റ്സ് ഉണ്ട്, പിന്നെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ നമ്മൾ പിന്നെ വേറെ ഉണ്ട്. സിൽവാനോ ഇൻറ്റീരിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം പ്ലാന്റാണ്. അത് മലപ്പുറം തന്നെയാണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നമ്മൾ സ്വന്തം പ്ലാന്റാണ്. അപ്പോൾ ഇൻറ്റീരിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് പർച്ചേസ് ചെയ്യാൻ മുമ്പ് കസ്റ്റമർ അതിന് കുറച്ചൊന്നും അറിയില്ല. ഇതെങ്ങനെയാണ് ലൈറ്റ്, എവിടെയാണ് ലൈറ്റ് വേണം. അപ്പോൾ അതിന് കുറച്ച് മൊത്തം നമ്മുടെ ഗൈഡ് ലൈൻ കൊടുക്കാറുണ്ട്. അതിനുള്ള എൻറ്റയർലി ടീമുണ്ട്. അപ്പോൾ സിൽവാൻ ടൈൽസിൻ്റെ 20ാമത്തെ ബ്രാഞ്ച് നമ്മുടെ കൂരമുക്ക് ഉളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇരിട്ടി 8 കിലോമീറ്ററാണ്. ഇവിടെ തുടങ്ങുന്ന പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വയനാട്, കൊടക് കർണാടക, കാസർഗോഡ്, മാഹി, തലശ്ശേരി, കണ്ണൂർ, ഇതെല്ലാം തന്നെ ഇത് സെൻറ്ററാണ്. യെസ്, അത്യാവശ്യം ഇത് വലിയൊരു സിൽവാൻ്റെ 20ാമത്തെ ഷോറൂമാണ്. സർവീസിൻ്റെ ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഫ്റ്റർ സെയിൽ സർവീസാണ് ശരിക്കും കസ്റ്റമർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ജിഫെക്സ് നമ്മൾ സ്വന്തം ലൈറ്റ്സ് ആയി കാരണം നിങ്ങൾക്ക് സ്വന്തം കുറേ ഔട്ട്ലെറ്റ് ഉള്ള കാരണം നിങ്ങൾ സ്വന്തമായിട്ട് നമുക്ക് സർവീസ് സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു സർവീസിൻ്റെ ഭാഗം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത കാര്യം അസർവാടി ടൈൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഓൺ പ്രൊഡക്റ്റ് ആയി കാരണം QC ക്വാളിറ്റി കൺട്രോൾ ഭയങ്കര സ്ട്രോങ് ഉള്ള കാരണം കസ്റ്റമർ 100% വിശ്വസിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഉണ്ട്.
സർവീസിന് ഭാഗം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ് കൊടുക്കുന്നത്. ഞാൻ അടുത്തൊരു ചോദ്യമായിരുന്നു, അടുത്തൊരു ചോദ്യം സാർ ബ്ലോക്ക് ചെയ്തു. അതെ, സോറി. അപ്പോൾ അത് നമ്മുടെ ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. അത് കൂടാണ്ട് പ്രധാന കാര്യം പറയുകയാണെങ്കിൽ ഈ ക്വാളിറ്റി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിനകത്ത് നിങ്ങൾക്കറിയാലോ, പല ബ്രാൻഡിൻ്റെ പല ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ സിൽവറിനകത്ത് സമ്മതിക്കേണ്ടത്. അതുപോലെ തന്നെ കസ്റ്റമർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് തന്നെ പോവുകയുള്ളൂ. കാരണം നമ്മുടെ ബ്രാഞ്ചസ് കൂടുതലുള്ള കാരണം ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ലൈറ്റ്സിലായാലും ടൈൽസിലായാലും ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ്സ് നടക്കുന്ന സ്ഥാപനമാണ് സിൽവാൻ. സിൽവാനിനകത്ത് എവിടെ പോയാലും, ഞാൻ പറയുന്നത് എൻ്റയർലി കേരളത്തിൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് കുറേ വെറൈറ്റി ഡിസൈൻസും വെറൈറ്റി അപ്ഡേറ്റ്സ്. ഇപ്പോൾ സാർ 6 മന്ത് മുമ്പ് വന്നു കഴിഞ്ഞാൽ 6 മന്ത് കഴിഞ്ഞിട്ട് വരാണെങ്കിൽ അപ്പോഴേക്കും കുറേയൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് മാറുന്ന കാരണം നമ്മുടെ വലിയ ആൾക്കാരായിട്ടൊന്നല്ല, പക്ഷെ കുറേ സൗകര്യമുണ്ട്. കാരണം കുറേ ഔട്ട്ലെറ്റ് ഉള്ള കാരണം നമുക്കത് സാധിക്കും. അതാണ് ഏറ്റവും വലിയ പ്രധാന കാര്യം. ഇപ്പം ഞാൻ കേരളത്തിനടുത്ത് തന്നെയാണ്. ഇപ്പോൾ കർണാടകത്തിൽ ഷോറൂം ഇല്ല, അപ്പോൾ മടിക്കേരി നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അവിടുന്നേക്ക് സാധനം വേണമെങ്കിൽ കൊണ്ടു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം കൂടി ഇവിടെ ഒരുക്കുന്നുണ്ടോ? ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ എവിടെയുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാനുള്ള സൗകര്യമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം തൊട്ടടുത്തുള്ള കർണാടകയാണ് നമ്മുടെ മുമ്പിലേക്കുള്ളത്. കാരണം 10 കിലോമീറ്റർ ഇപ്പം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇരട്ടി കഴിഞ്ഞ് ഒരു നിശ്ചയ കിലോമീറ്റർ കഴിഞ്ഞാൽ കർണാടകയിലെത്തി. അപ്പോൾ മടിക്കേരിയുള്ള മലയാളികൾക്കും കൂടിയുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നില്ലേ? കൊടുക്കുന്നുണ്ട്. അവിടെ വരെ നമുക്ക് ഫ്രീ ഓഫ് ഡെലിവറിയാണ്. കേട്ടല്ലോ. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ഇനി വേണ്ടി വന്ന കർണാടകയിലും നമ്മൾ എത്തിക്കുമെന്നാണ് സിൽവാന്റെ. കർണാടകയിലെ ആയാലും മൈസൂർ വരെ ആയാലും എവിടെ ആയാലും, കർണാടകയിൽ തന്നെയാണല്ലോ മൈസൂർ, എവിടെയായാലും നമ്മൾ ഫ്രീ ഡെലിവറി ചാർജ് ഫ്രീ ആണ്. അതിനകത്ത് നമുക്ക് അഡീഷണൽ നമ്മൾ ചാർജ് ഈടാക്കണില്ല. അതാണ് ഏറ്റവും പ്രധാന കാര്യം. പിന്നെ മറ്റ് പ്രൊഡക്റ്റുകളെക്കാളും അസർവയ്ക്ക് റേറ്റ് കുറവ്, ക്വാളിറ്റി കൂടുതൽ, ഇത് രണ്ടും അഭിപ്രായപ്പെടുന്നത് കൊണ്ടാണോ ജനങ്ങൾ അസർവ തേടിയിട്ട് സിൽവാൻ എത്തുന്നത്? അതെ, അസർവ തേടിയിട്ട് വരുന്ന സിൽവാനിലേക്ക് സ്പെഷ്യലി ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 6 മാസം 8 ദിവസമായി. പക്ഷെ ശരിക്കും എല്ലാവരും സിൽവാനിൽ വന്നു കഴിഞ്ഞാൽ അസർവ ഉണ്ടെന്ന് ചോദിച്ച് വരാറുണ്ട്. കാരണം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള അവർക്ക് തന്നെ ഒരു എസ്റ്റോർഡാണ്, ഇത് നല്ലൊരു ക്വാളിറ്റിയാണ്, അതിനുള്ള വിശ്വാസം അവർക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ബ്രാൻഡിൻ്റെ ലെവലിലാണ് ഇപ്പോൾ അസർവ നിൽക്കണം. അസർവ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ വിരിച്ചിട്ട് നമുക്ക് മിനിമം 10 lakh പ്ലസ് കസ്റ്റമറുടെ റിവ്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതെ അതെ, അതിനർത്ഥം അത്രയ്ക്കും ഹാപ്പി കസ്റ്റമർ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കർണാടകയിലേക്ക് നമ്മൾ നല്ല സപ്ലൈ ഉണ്ട്. കർണാടകയിലടക്കം എല്ലാ സ്ഥലത്തും നമ്മൾ സപ്ലൈ ചെയ്തിട്ട് കസ്റ്റമർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ ഇരിട്ടിക്കും മട്ടന്നൂരിനും ഇടയിലുള്ള നമ്മുടെ സിൽവാനിൽ ചെന്നപ്പോൾ ഞാൻ ഒത്തിരി മുഖങ്ങൾ, പരിചയമുള്ള മുഖങ്ങളെ കണ്ടത്. കാരണം ഒരു ഇരട്ടിക്കാരനായത് കൊണ്ട് തന്നെയായിരിക്കും. അപ്പോൾ എങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമും കൂടി ഒരുക്കിയിട്ടുണ്ടല്ലേ സാർ? എത്ര ഇപ്പോൾ 25ഓളം സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞു. 25ഓളം സ്റ്റാഫ് ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു 70% ഇവിടെ അടുത്തുള്ള സ്റ്റാഫാണ്. ബാക്കി കുറച്ച് നമ്മുടെ മലപ്പുറം സൈഡിലുള്ള സ്റ്റാഫാണ്. പിന്നെ ഞാൻ പുറത്തുള്ള മലയാളിയാണ്, ബോംബെ മലയാളി. അപ്പോൾ അങ്ങനെ പുറത്തുള്ള സ്റ്റാഫും ഇവിടത്തുള്ള എല്ലാ സ്റ്റാഫ്, അതാണ് ശരിക്കും ഒരു പവർഫുൾ ഒരു ടീമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു പവർഫുൾ ടീമുള്ള കാരണം തന്നെയാണ് ഇന്ന് സിൽവാൻ കണ്ണൂർ ബ്രാഞ്ച് വിജയത്തിലേക്ക് എത്തി. ഞങ്ങൾ ഈ 20ാമത്തെ ഷോറൂം തുടങ്ങിയിട്ട് 2ാം മാസത്തിൽ തന്നെ സിൽവാൻ ടൈൽസ് കണ്ണൂർ ബ്രാഞ്ച് 2ാം സ്ഥാനത്തേക്ക് എത്തി. എനിക്ക് കണ്ണൂർ ജില്ലയോട് ഒരു ഗ്രേറ്റ് സല്യൂട്ടാണ്. കണ്ടതൊക്കെ ശ്രേഷ്ഠം, അറിയാനുള്ളത് കണ്ടു തന്നെ അറിയണം, സിൽവാൻ വന്നറിയണം. ഈ തുടക്കം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അവിടെ ടൈല്, സാനിറ്ററി, CP ഫിറ്റിംഗ്, സിങ്ക് എന്ന് തുടങ്ങി ഒട്ടനവധി സംവിധാനങ്ങൾ. അതുപോലെ തുടക്കം ഇവിടുന്നാണ്. പുത്തനത്താണി, വളാഞ്ചേരി, ആലുവ കടന്ന് 20ാമത്തെ ഷോറൂമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. 21ാമത്തെ ഷോറൂം കേരളത്തിന് പുറത്തേക്കും സിൽവാൻ എത്തിയിരിക്കുന്നു. സ്വന്തമായിട്ടുള്ള 2 പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്തി. സിൽവാനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. www.silvanmustafa.com സന്ദർശിക്കുക. സിൽവാൻ മുസ്തഫ യൂട്യൂബ് ചാനൽ ലൈക്ക് ഓർ സബ്സ്ക്രൈബ്. ഒപ്പം ഞങ്ങളെയും മറക്കണ്ട. എന്തായാലും ദീർഘവീക്ഷണത്തോടെയുള്ള യാത്ര, ആ ജൈത്രയാത്ര തുടരുകയാണ്. കേരളത്തിൽ മുക്കിലും മൂലയിലും സിൽവാൻ എത്തും. എങ്കിലും ഇന്ന് കണ്ണൂർ, കുടക്, അതുപോലെ തന്നെ വയനാട്, കാസർഗോഡ് മേഖലയുള്ളവർക്ക് എന്നും സെൻട്രായി നിൽക്കുന്ന ഈ സിൽവാൻ കൂരമുക്കിലേക്ക് ഒന്ന് കടന്നു വരിക. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നിങ്ങൾക്കിവിടെ നേടാൻ പറ്റും. എന്തായാലും നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം പൂർണ്ണമാവുന്നു. മറ്റൊരു വിശേഷവുമായി നിങ്ങൾക്കരിൽ വീണ്ടും എത്താം. അതുവരെ ബൈ.